സോ ഈ ക്വസ്റ്റ്യന്റെ കോൺസെപ്റ്റ് ഇങ്ങനെയാണ്. ഇവിടെ ഞാൻ കൊടുക്കുന്ന റിയാക്ഷൻ ഫോഴ്സിൽ ഞാൻ കൊടുക്കുന്ന ഫോഴ്സിന്റെ റിയാക്ഷൻ ആയിട്ട് ചുമര് തിരിച്ചൊരു ഫോഴ്സ് ഇങ്ങോട്ടേക്ക് പ്രൊവൈഡ് ചെയ്യും. നോട്ട് ഇറ്റ്. ഞാൻ കൊടുക്കുന്ന ഫോഴ്സിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചുമര് ഇങ്ങനെ ഒരു റിയാക്ഷൻ ഫോഴ്സ്. ബട്ട് ഈ ബുക്കിനെ തടഞ്ഞു നിർത്തുന്നത് ആരാണ്? ബുക്ക് താഴേക്ക് വീഴാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും വിത്ത് mg, ബുക്കിന്റെ മാസിന്റെ ബുക്കിന്റെ ഗ്രാവിറ്റിയിൽ. ബട്ട് ഈ ബുക്കിനെ ആരാ തടഞ്ഞു നിർത്തണം? ടെൽ മീ. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സും ഫ്രിക്ഷനും. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആ ഫോഴ്സിന്റെ റിയാക്ഷൻ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. ശരിക്കും ഫ്രിക്ഷൻ ഫോഴ്സ് ആണ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണെങ്കിൽ വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ഫ്രിക്ഷൻ ആണ് അതിന് ഹെൽപ്ഫുൾ ആവുന്നത്. ഇപ്പൊ നല്ല ഒരു ഫ്രിക്ഷൻ ഇല്ലാത്ത വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ടൈൽസ് ഉള്ള ചുമരാണെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് നമ്മളൊരു വലിയ ഒബ്ജക്റ്റിനെ പിടിച്ചിങ്ങനെ താങ്ങി നിർത്തുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ബിക്കോസ് ഫ്രിക്ഷൻ ഇല്ലാത്ത കാരണം അത് താഴേക്ക് സ്ലിപ്പായി പോകാനുള്ള സാധ്യത. സോ നോട്ട് ഇറ്റ്, ദ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ? സി നോട്ട് ഇറ്റ്, നമ്മൾ കൊടുക്കുന്ന mg യെ താങ്ങി നിർത്തുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ്. വാട്ട് ഈസ് ദ ഫോർമുല ഫോർ ദ ഫ്രിക്ഷണൽ ഫോഴ്സ്? ഇറ്റ് ഈസ് mu ഇൻറ്റു ദ റിയാക്ഷൻ. അല്ലെ? റിയാക്ഷനെ നമുക്ക് r യൂസ് ചെയ്തും n യൂസ് ചെയ്തൊക്കെ റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടില്ലേ? ഓർമ്മയില്ലേ? ഇറ്റ്സ് mu എന്നൊക്കെ ഞാൻ പറഞ്ഞത് ഓർമ്മയില്ലേ? ഫ്രിക്ഷണൽ ഫോഴ്സ്. സോ mu r എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, റിയാക്ഷൻ ഫോഴ്സ് ആണ്. നോർമൽ റിയാക്ഷൻ എന്നാണ് ഉദ്ദേശിച്ചത്. നോർമൽ റിയാക്ഷൻ. ഓക്കെ, ക്ലിയർ? സോ ദാറ്റ് mu r that helps എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? ഈ ഒരു ഫ്രിക്ഷണൽ mg യോട് ഈക്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് അത് അവിടെ മനസ്സിലായോ? അപ്പം ആ ഒരു വെയിറ്റിനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഈ റിയാക്ഷൻ ഫോഴ്സ് എത്രയാണ്? അപ്പൊ സി എഫ് ഇസ് ഈക്വൽ ടു ആർ ആണ് അല്ലെ? റിയാക്ഷൻ ഫോഴ്സ് ആണ്. സോ ഇവിടെ mg ഡിവൈഡഡ് ബൈ mu, ദാറ്റ്സ് ഈക്വൽ ടു റിയാക്ഷൻ ഫോഴ്സ്. നോട്ട് ഇറ്റ്, mg divided by mu, that's a reaction force. What about mg? What is the mass of that book? ബുക്കിന്റെ മാസ്, അതായത് 10 നോട്ട് ഇറ്റ്. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ബുക്കിന്റെ മാസ് തന്നിട്ടുണ്ട് 10 കിലോഗ്രാം ആൻഡ് mu എന്ന് പറഞ്ഞാൽ 0.3 ആണെന്ന് തന്നിട്ടുണ്ട്. സോ വാട്ട് അബൌട്ട് ദ റിയാക്ഷൻ ഫോഴ്സ്? ദാറ്റ് ഈസ് 10 ഇൻറ്റു g എന്ന് പറഞ്ഞാൽ 10 ഡിവൈഡഡ് ബൈ mu എന്ന് പറഞ്ഞാൽ എത്രയാ? ഇവിടെ 0.3 ആണ് അല്ലേ? 0.3 ആണ് ഞാൻ എഴുതി. 0.2 ആണ്, അതാണ് കുറച്ചും കൂടി സിമ്പിൾ. അപ്പൊ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായി. വാട്ട് വിൽ ബി ദ ആൻസർ? 100 ഡിവൈഡഡ് ബൈ 0.2 ആണ് അല്ലേ? mu 50. ഇവിടെ 0.2. അപ്പൊ 0.2 എന്ന് പറഞ്ഞാൽ എന്താ വരിക? 500 മീൻസ് സോറി 100 ഡിവൈഡ് ബൈ 0.2, ദാറ്റ് ഈസ് ഈക്വൽ ടു 500 അല്ലേ? കാരണം ഇവിടെ ഒരു 0, ഇവിടെ ഒരു 0 വരും, 2 500. സിമ്പിൾ അല്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ R എന്ന് പറഞ്ഞാൽ 500 ന്യൂട്ടൺ ആണ്. അപ്പൊ 500 ന്യൂട്ടൺ റിയാക്ഷൻ ഫോഴ്സ് വേണം. 500 ന്യൂട്ടൺ റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടെങ്കിലാണ് അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നത്. അവിടെ ചോദ്യത്തിൽ തെറ്റാണ് കേട്ടോ. എന്താ പറയാ, ചോദ്യം ശരിയാക്കാം. 56 mu എന്ന് പറഞ്ഞാൽ 2 അല്ല 0.2 ആണ്. സോ ഇത്രയും കാര്യങ്ങൾ, ഇതാണ് നമ്മൾ പഠിച്ച കോൺസെപ്റ്റ്. ഈ ജെയ്ക്കോ APMTക്കോ, അതായത് NCERT കോൺസെപ്റ്റ് ആണ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ജെയ്ക്ക് 2015 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ജോയിന്റ് എൻട്രൻസ് എക്സാമിന് 2015 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. 2 ബ്ലോക്ക്, 71ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വായിച്ചു നോക്കിയ 71th ക്വസ്റ്റ്യൻ വായിച്ചു നോക്കും. റീഡ് ഇറ്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 71ാമത്തെ ചോദ്യം ഇതാണ്. എ ബി എന്ന് പറയുന്ന 2 ബ്ലോക്ക്. 2 blocks, weight 20 Newton and 100 Newton. ഇതാണ് ഇതിന്റെ weight. They are being pressed against by a wall. അപ്പോൾ
ഇതിനെ രണ്ടിനെയും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒരു വോളിലേക്ക് പ്രസ് ചെയ്ത് നിർത്തുന്നത്. Okay. ഇതാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്നിട്ട് ചോദിച്ചിരിക്കുകയാണ് ഇഫ് ദ കോഎഫിഷ്യന്റ് ഓഫ് ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ബ്ലോക്ക് ഇത് തമ്മിലുള്ള ഇത് തമ്മിലുള്ള ഫ്രിക്ഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ 0.1 ആൻഡ് ബിറ്റ്വീൻ ദ ബി ആൻഡ് ദ വാൾ ബിറ്റ്വീൻ ബി ആൻഡ് ദ വാൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.15 ആണ്. The frictional force applied by the wall in block B. അതായത് frictional force applied by wall in block B ആണ് ചോദ്യം. അപ്പൊ ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. ഇതെങ്ങനെ ചെയ്യാം? ഹൗ? ഇടയില് അതെങ്ങനെ ചെയ്യാം? എങ്ങനെ ചെയ്യാം? Tell me. No idea. How? എങ്ങനെ ചെയ്യാം? How? Any idea? ബുക്ക് പോലെ ചെയ്യാൻ പറ്റുമോ? അതായത് ബ്ലോക്ക് ബിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം. ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണെന്ന് അറിയാം. നോട്ട് ഇറ്റ്. അപ്പോ നമ്മള് ഇവിടെ ചോദ്യം എന്താണ്? ഫ്രിക്ഷണൽ ഫോഴ്സ് അപ്ലൈഡ് ബൈ വാൾ ഇൻ ബ്ലോക്ക് ബി എന്നാണ് ചോദ്യം. അതായത് ഇതാണ് ചോദ്യം. ഇത് എത്രയെന്നാണ് ചോദിച്ചത്. നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയണ്ട്. ഇവിടെ എയിൽ കൂടെ അപ്ലൈ ചെയ്തിട്ടാണ് ഇവിടെ ഫോഴ്സ് അവിടെ എത്തിക്കുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും നമുക്കറിയാം എ ബിയുടെ മുകളിൽ ഒരു റിയാക്ഷൻ കൊടുക്കും, ബി എന്റെ മുകളിൽ ഒരു റിയാക്ഷൻ ഫോഴ്സ് കൊടുക്കും. അതേപോലെ തന്നെ ഇവിടെ കൊടുക്കുന്ന ഫോഴ്സ് എഫ്. അപ്പൊ എയും ബിയും തമ്മിൽ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും. ദിസ് ഈസ് എ ബി ഫ്രിക്ഷൻ. അതേപോലെ തിരിച്ചും ഉണ്ടാവും, എയും ബിയും തമ്മിൽ. ഇനി വോളും ബിയും തമ്മിൽ ഒരു ഫ്രിക്ഷൻ. ഇനി തിരിച്ച് വോളിലേക്ക് ഒരു ഫോഴ്സ് ബി കൊടുക്കും. ഇത്രയും ഫോഴ്സസ് ഉണ്ട് ഇവിടെ. ഈ ഫോഴ്സസ് ഒക്കെ എങ്ങനെ ഏത് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നു എന്ന് വരയ്ക്കാൻ അറിയലാണ് ഇമ്പോർട്ടൻറ്റ്. നോട്ട് ഇറ്റ്. എയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നമ്മളിവിടെ ഒരു ഫോഴ്സ് കൊടുത്ത് ഇങ്ങനെ നിർത്തുമ്പോൾ ഏതൊക്കെ ഫോഴ്സസ് ഇവിടെ വരും എന്ന് മാർക്ക് ചെയ്യലാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സോ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ആ ഒരു ഫോഴ്സിന്റെ ഒരു സർട്ടൈൻ കമ്പോണന്റ് ആണ് ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ആ ഒരു ഫ്രിക്ഷൻ ഫോഴ്സ് ആണ് ഇവനെ ഇവിടെ പിടിച്ചത്. സോ നോട്ട് ചെയ്യേണ്ട കാര്യം ഇവിടെ ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് എ ബി എന്ന് പറയുന്നത് വിച്ച് വിൽ ബി ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഓക്കെ. ആ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് എന്തിനോട് ഈക്വൽ ആണ്? എന്തിനോട് ഈക്വൽ ആയിരിക്കും?
വിത്ത്സ്റ്റാൻഡ് ചെയ്ത് പോകണം എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വൽ ആയിരിക്കണം? മീൻസ് എന്തിനോട് ഈക്വൽ ആയിരിക്കണം? എന്തിനോട് ഈക്വൽ ആയിരിക്കണം? 20 ന്യൂട്ടനോട് ഈക്വൽ ആവണ്ടേ, എന്നാലല്ലേ അത് അവിടെ വിത്ത്സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുള്ളൂ, അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റ് അവിടെ നിന്ന് വീഴില്ല. സി നോട്ട് ഇറ്റ്, ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് 20 ന്യൂട്ടനോട് ഈക്വൽ ആയിരിക്കും. ഇനി അടുത്ത ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടാണ് ഇവിടെ തിരിച്ച് ഞാൻ ഇതാണ്ടോ ഈ ഇതിൽ തിരിച്ചൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, ബി തിരിച്ചൊരു റിയാക്ഷൻ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ബട്ട് നമുക്ക് വേണ്ടത് എന്ത് മാത്രമാണ്? ഫ്രിക്ഷണൽ ഫോഴ്സ് ഇൻ വോൾ മാത്രമാണ്. വോൾ തിരിച്ച് ബിയിൽ കൊടുക്കുന്നത്. അത് വിൽ ബി ഈക്വൽ ടു എന്തിനോടൊക്കെ ഈക്വൽ ആണ്? എന്തിനോടൊക്കെ ഈക്വൽ ആയിരിക്കണം? F frictional force in AB plus 100. That's a concept. So frictional force in AB is 20 Newton. Frictional force in weight 100 Newton ആണ് അല്ലേ? So 120 Newton. That's a frictional force in AB. But നിങ്ങൾക്ക് അറിയേണ്ട കാര്യം എന്താ ഇതിനകത്തുനിന്ന് ആകെ അറിയേണ്ട കാര്യം എങ്ങനെയാണ് ഇതിൽ എവിടെയൊക്കെ ഫോഴ്സസ് അപ്ലൈ ചെയ്യുന്നുണ്ട്, ഏതൊക്കെ ഡയറക്ഷനിലാണ് ഫോഴ്സസ് വരുന്നത് എന്ന് മാത്രമാണ് നിങ്ങൾ അറിയേണ്ട കാര്യം. സി എയില് വരുന്ന ഫോഴ്സസ് ഏതൊക്കെ, ഞാൻ കൊടുക്കുന്ന ഫോഴ്സ്, പിന്നെ എ ബിയിൽ കൊടുക്കുന്ന ഫോഴ്സ്, എയുടെ വെയിറ്റ്, തിരിച്ചുള്ള ഫ്രിക്ഷൻ, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ദെൻ ബി വരയ്ക്കുന്ന സമയത്ത് എന്തൊക്കെ അറിഞ്ഞിരിക്കണം? ബി മീൻസ് FAB ഫ്രിക്ഷൻ ഫോഴ്സ്, സ്വാഭാവികമായിട്ടും രണ്ട് ഒബ്ജക്റ്റ് തമ്മിൽ ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ ഇത് ഇങ്ങോട്ടേക്കാണെന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങോട്ടായിരിക്കും ഫ്രിക്ഷൻ. FAB എയിൽ ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണെങ്കിൽ FAB ബിയിൽ ആക്ട് ചെയ്യുന്നത് ഇങ്ങോട്ടായിരിക്കും. ഇനി വോളിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ FW ഇങ്ങോട്ട് ആക്ട് ചെയ്യും. പിന്നെ വെയിറ്റ് 100 ന്യൂട്ടൺ. ഇതൊക്കെയാണ് വെർട്ടിക്കൽ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നത്. അപ്പൊ ബിനെ മാത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഫ്രിക്ഷൻ ഫോഴ്സ് ബിറ്റ്വീൻ വോൾ ആൻഡ് ബി, frictional force between A and B, and weight. These are the vertical forces. You have to find the wall and the B. So it is 20 Newton plus 100 Newton is equal to 120. Clear? Clear ആണോ? ക്വസ്റ്റ്യൻ ഒക്കെ വായിക്കുന്നുണ്ടോ നിങ്ങൾ? ക്വസ്റ്റ്യൻ വായിച്ചിരുന്നോ? അഞ്ജു ക്വസ്റ്റ്യൻ വായിച്ചിട്ടുണ്ടായിരുന്നോ? ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ? കണ്ടു. മനസ്സിലായോ എന്താ ചെയ്യണമെന്നുള്ളത്? മനസ്സിലായി. ശരി, എന്നാ മനസ്സിലായി സ്ഥിതിക്ക് നമുക്ക് വീണ്ടും ചെയ്യാം. പുതിയൊരു ചോദ്യം. നോക്കിയേ ഇത് വളരെ ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ്. ഞാൻ ഇത് പറയാൻ എന്തുകൊണ്ട്, ഇത് പല പ്രീവിയസ് ഇയറിലും ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. നമ്മളിത് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഏതൊക്കെ ഫോഴ്സ്, എങ്ങനെയൊക്കെ ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കും, ഇത് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. നോട്ട് ഇറ്റ്. ഇപ്പം വീണ്ടും ചോദിച്ചിരിക്കുകയാണ് ഈ 72ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. അതിൽ ഞാൻ കോൺസെപ്റ്റ് ക്ലാരിറ്റി വരുത്തി തരാം. നിങ്ങൾക്ക് ഇപ്പൊ ചെയ്യണം എന്നില്ല കേട്ടോ. ഇതൊക്കെ ചൂടോടെ ചെയ്താൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ അറിയുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ ഒരു സാധനം അറിയില്ലേ. വെറുതെ എല്ലാ ചോദ്യവും കാണാതെ പഠിക്കാൻ പറ്റില്ല. 200 ന്യൂട്ടൺ ഫോഴ്സ് ഇങ്ങനെ ചുമരി ചേർത്തി കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇവനിങ്ങനെ ആ ചുമരിൽ ഇങ്ങനെ ചേർന്ന് നിൽക്കുകയാണ്. എന്റെ പിള്ളേരെ തൊടുന്നടാ എന്നുള്ള ആ ഒരു ഡയലോഗ് ഉണ്ട് കേട്ടോ, അത് നിങ്ങൾ എഴുതി ചേർത്താൽ മതി. സോ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. സോ സ്വാഭാവികമായിട്ടും ഫ്രിക്ഷണൽ ഫോഴ്സ് ഈ ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഈസ് എ, ദിസ് ഈസ് ബി. എന്നിട്ട് ചോദ്യം നല്ല ചോദ്യമാണ്. ഇതിൽ ഇവിടെ വരുന്ന റിയാക്ഷൻ ഫോഴ്സ് ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ ബിയിൽ വരുന്ന ബി റിയാക്ഷൻ, ബിയുടെ ഇവിടെ വരുന്ന ഈ പോയിന്റിൽ വരുന്ന റിയാക്ഷൻ ഫോഴ്സ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ചോദിച്ചിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ, അതാണ് ആദ്യത്തെ ചോദ്യം കേട്ടോ. ഇവിടെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ചോദ്യം എന്താണെന്നുള്ളത് വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഇൻ ബിറ്റ്വീൻ ഇവിടെ വരുന്ന റിയാക്ഷൻ ഫോഴ്സും ചോദിച്ചിട്ടുണ്ട്. അതായത് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ റിയാക്ഷനും സെയിം തന്നെയാണല്ലോ. കാരണം എ ആക്ട് ചെയ്യുന്നു, ബി തിരിച്ച് ആക്ട് ചെയ്യുന്നു, ഇത് രണ്ടും ഈക്വൽ ആണല്ലോ. അതും ചോദിച്ചിട്ടുണ്ട്. ഇതാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. സോ വാട്ട് ആർ ദ ഫോഴ്സസ്? ഇത് ഇക്വിലിബ്രിയത്തിലാണ്. ഇത് എത്ര ഫോഴ്സ് കൊടുത്താലും ഇത് റിജിഡ് ആണ്. സോ അത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് എയുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക, ബിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക.
ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കാൻ പഠിക്കും. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ 73 74 73ാമത്തെ ക്വസ്റ്റ്യൻ. 73ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് cabin is descending vertical with acceleration A and action by mass m on floor. Okay. Floor of cabin is 9 mg by 10. Then A equal to, അതായത് ഒരു ക്യാബിൻ ഉണ്ട്, ഈ ക്യാബിനകത്തൊരു മാസം ഉണ്ട് എം, ഇത് താഴേക്ക് വരുന്നുണ്ട് ആക്സിലറേഷൻ എയില്. ഇതില് ഈ മാസം എം ഫ്ലോറിൽ കൊടുക്കുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എം ജി ആണ്, 9 mg/10 ആണെന്ന് തന്നിട്ടുണ്ട്. 9 mg/10. അതായത് ഈ മാസം എം ഫ്ലോറിൽ കൊടുക്കുന്നത് 9 mg/10 ആണെന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ഇതാണ് തന്നിട്ടുള്ള ഡാറ്റ. ചോദ്യത്തിൽ എന്നിട്ട് ചോദിച്ചിരിക്കുകയാണ്, എന്താ ചോദിച്ചിരിക്കുന്നത്, ഈ ആക്സിലറേഷൻ എന്താണെന്നാണ് ചോദ്യം. So this is the mass m, this is the action 9 mg/10. What are the other forces that acting on him? ജ്യോതിലക്ഷ്മി, ഇതിൽ ഏതൊക്കെ ഇനി ഫോഴ്സസ് വരുന്നുണ്ടാവും? ജ്യോതിലക്ഷ്മി കുടുങ്ങിയ. ആക്സിലറേഷൻ ഡൗൺവേർഡ്. പിന്നെ അതിനകത്ത് ഇപ്പോ ജ്യോതിലക്ഷ്മി ഒരു ക്യാബിന്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ ക്യാബിൻ തിരിച്ചു തരുന്ന ഫോഴ്സ് ആണോ ജ്യോതിലക്ഷ്മി ഉദ്ദേശിച്ചത്? ആ വരും. അതെങ്ങടാ? മുകളിലേക്ക് ഒരു ഫോഴ്സ് ഉണ്ട്. ദാറ്റ്സ് എ റിയാക്ഷൻ. അതാണ് റിയാക്ഷൻ അഥവാ നോർമൽ RO. ഓക്കെ. സോ റിയാക്ഷൻ ഫോഴ്സ്. ആ പറയൂ. ഈ എന്താ പറയാ, ഈ കണ്ടെയ്നർ നമുക്ക് വരുന്ന ഒരു റിയാക്ഷൻ ഫോഴ്സ് നമ്മളും തിരിച്ചങ്ങോട്ട് കൊടുക്കില്ലേ വേറൊരു എന്നെ, അതിനെ കുറിച്ച് നമ്മൾ എന്താ പറയാത്തെ? ഏത്? ഇപ്പൊ ഈ എന്താ പറയാ, നമ്മളിപ്പോ ഒരു കണ്ടെയ്നറിൽ നിൽക്കുകയാണെങ്കിൽ, അപ്പോ നമ്മളൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യണേന് അത് കണ്ടെയ്നർ ഒരു നോർമൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യും മുകളിലേക്ക്. അതേമാതിരി ഒരു നോർമൽ ഫോഴ്സ് നമ്മളും വീണ്ടും എക്സേർട്ട് ചെയ്യില്ലേ? എന്താണ് ക്യാബിൻ ആക്ഷൻ ബൈ മാസ് എം. ഓക്കെ. on floor of cabin is action by mass m. എന്താ അല്ല ചോദ്യത്തിൽ വല്ല തെറ്റുണ്ടോ വിചാരിച്ചു. പറയ്, എന്താ പറഞ്ഞ വൈശാഖൻ? സാർ ഇപ്പോ n is equal to 9 mg/10 നമുക്ക് പറയാൻ പറ്റുമല്ലോ? ഇല്ല, ഒരിക്കലും പറയാൻ പറ്റില്ല. മാഗ്നിറ്റ്യൂഡ് വൈസ് 9 mg/10 അതെന്തായാലും പറയാൻ പറ്റില്ല. അപ്പൊ ഈ n-ന് നമ്മളൊരു n എക്സേർട്ട് ചെയ്യുന്നുണ്ടാവില്ലേ? അതുമാതിരി ആ ഒരു കണ്ടെയ്നർ മുകളിലേക്ക് 9 mg/10 എക്സേർട്ട് ചെയ്യുന്നുണ്ടാവില്ലേ? അത് 9 mg/10 ആണെന്നൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ അത് ഓക്കെ, ഇവിടെ ഓക്കെ ഫൈൻ. ശ്രദ്ധിക്കാം. ആക്ഷൻ ബൈ മാസ് എം ഓൺ ഫ്ലോർ ഓഫ് ക്യാബിൻ. ഓക്കെ, ഓൺ ക്യാബിൻ വിച്ച് ഈസ് ഈക്വൽ ടു 9 mg/10. അപ്പൊ ക്യാബിൻ തിരിച്ച് 9 mg/10 കൊടുക്കുന്ന കാര്യമാണോ വൈശാഖ് പറയുന്നത്? ഇത് തന്നെയാണ് ഇവിടെ നടക്കുന്നതെങ്കിലും, അതായത് ക്യാബിൻ തിരിച്ച് 9 mg/10 കൊടുക്കുന്നുണ്ട്. അത് ആക്ഷനും റിയാക്ഷനും. ഇപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് കഴിഞ്ഞാൽ, ഒറിജിനലി എം ആണ് ഇതിന്റെ മാസ്. ഓക്കെ. സി, ആ എം മാസ് ഉള്ള സാധനം
എന്തായാലും നോർമൽ രീതിക്ക് എന്താ ചെയ്യാ, എം ഇൻറ്റു ജി ആണ് കൊടുക്കുക അല്ലേ, നോർമൽ രീതിക്ക് വെറുതെ ഇരിക്കുമ്പോ. പക്ഷെ ഇവിടെ കൊടുക്കുന്നത് എത്രയെന്നാ പറഞ്ഞിരിക്കുന്നത്, 9mg/10 ആണ് കൊടുക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ, അല്ലേ? ഇത് തന്നെയാണ് സാധാരണഗതിയിൽ എം മാസമുള്ള സാധനം ഒരു ഫ്ലോറിൽ വെച്ച് കഴിഞ്ഞാൽ mg മാസ് താഴേക്ക് കൊടുക്കും. പക്ഷെ ഇത് താഴേക്ക് ആക്സിലറേറ്റ് ചെയ്ത് വരുന്നത് കൊണ്ട് ഫ്ലോറിൽ 9mg/10 കൊടുക്കാൻ പറ്റുന്നുള്ളൂ. അപ്പൊ തിരിച്ച് ഫ്ലോർ 9mg/10 തന്നെ കൊടുക്കുന്നുള്ളൂ. ഇപ്പൊ നിങ്ങള് എന്താ പറയാ, ഇപ്പം വെയിറ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഈ ലിഫ്റ്റിലേക്ക് വെയിങ് മെഷീൻ എടുത്ത് കയറി, ലിഫ്റ്റ് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വെയിങ് മെഷീനിൽ നിങ്ങൾ കയറി നിന്നു. അപ്പൊ നിങ്ങളുടെ വെയിറ്റ് ശരിക്കും 100 കിലോഗ്രാം ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് 90 കാണിക്കുന്നുള്ളൂ. ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് 9mg/10 ആണ് 9mg/10 ആണ് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ, ബാക്കി കൊടുക്കാൻ പറ്റിയിട്ടില്ല. മനസ്സിലായോ? mg കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതവിടെ മിസ്സിംഗ് ആണ്. അപ്പോ ആ മിസ്സിംഗ് ആയ ടേം എന്താണെന്ന് തന്നെയാണ് ചോദ്യം. മനസ്സിലായോ? അതായത് എന്താണോ ആക്ഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു റിയാക്ഷൻ. അതാണ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ഈക്വൽ ആണെന്ന് ന്യൂട്ടൺ തേർഡ് ലോ പറയുന്നു. ഇപ്പൊ ശരിക്കും എം മാസ് ഉള്ള ആ സാധനം ഫ്ലോറിൽ കൊടുക്കുന്നത് എം ഇൻറ്റു ജി ആണ് ഫോഴ്സ് ശരിക്കും വേണ്ടത്. ബട്ട് ഈ മാസ് താഴേക്ക് ആക്സിലറേറ്റ് ചെയ്ത് വരുന്നത് കൊണ്ട് തന്നെ താഴേക്ക് ആക്സിലറേറ്റ് ചെയ്ത് വരുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ മാസ് ഇൻറ്റു ഗ്രാവിറ്റിയിൽ നിന്നും 9mg/10 ആണ് കൊടുത്തിട്ടുള്ളൂ. ബാക്കി എന്ന് പറയുന്നത് അതിന്റെ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. അതിന്റെ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. അപ്പൊ അതിനർത്ഥം ഈ മാസ് ഇൻറ്റു ആക്സിലറേഷനിൽ ഈ ഒബ്ജക്റ്റ് നെറ്റ് ഫോഴ്സ് അവിടെ വരുന്നുണ്ട്. അതാണ് അവിടുത്തെ നെറ്റ് ഫോഴ്സ്. അഥവാ കുറച്ചും കൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ട കാര്യം, എം മാസ് എം ഇൻറ്റു ജി താഴേക്ക്. അപ്പോ ഇവിടെ ആക്ഷൻ എത്രയെന്നാ പറഞ്ഞത്, 9mg/10. അതായത് 9mg/10 തന്നെയായിരിക്കും റിയാക്ഷൻ. ഓക്കെ, ആൻഡ് ദ റിമൈനിങ് ദാറ്റ്സ് ആക്സിലറേഷൻ. അഥവാ ഒന്നും കൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ ഇപ്പൊ mg താഴേക്ക്, അപ്പൊ നമുക്ക് ഓക്കെ, നമ്മൾ സാധാരണ 9mg/10 മുകളിലേക്ക്, താഴേക്ക് mg which is equal to അതിന്റെ മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള ജനറൽ ഫോർമുല. ഇതാണ് നമ്മൾ ആ വീഡിയോയിലൊക്കെ ചെയ്തത്. സോ ദിസ് വിൽ ബി നെഗറ്റീവ് എത്ര വരാ, 9mg മൈനസ് 10mg/10 ഈക്വൽ ടു ma എന്നല്ലേ പഠിച്ചിരിക്കുന്നത്. ഓർ നെഗറ്റീവ് mg/10 which is equal to ma, or a is equal to negative g/10. ഇതിനർത്ഥം എന്താ, a എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് g/10 എന്ന് പറഞ്ഞാൽ താഴേക്കാണ് വരുന്നത്, അത്രേ ഉള്ളൂ. or a is equal to g/10. equal to g/10 പറയാം. അപ്പൊ എന്ത് പറയണം, ഇറ്റ്സ് മൂവിങ് ഡൗൺവേർഡ്സ്. ഓക്കെ, ഇതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് കൃത്യമായി മനസ്സിലാവണം. ആക്ഷൻ ഈക്വൽ ടു റിയാക്ഷൻ തന്നെയാണ്, ആക്ഷൻ ഈക്വൽ ടു റിയാക്ഷൻ തന്നെയാണ്. ഫ്ലോർ എന്താണോ 9mg/10 കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഇത് ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം mg ഉണ്ടായിരുന്നു, അപ്പോ ആക്സിലറേറ്റ് ചെയ്യുന്നത് അത് എങ്ങോട്ടാണ്, താഴേക്കാണ്. അപ്പൊ മൊത്തം mgന്ന് 9mg/10 ആണ് ആക്ഷൻ വന്നിട്ടുള്ളെങ്കിൽ ബാക്കി മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഓക്കെ, when it is static means mg എന്ന് പറയുന്നത്, ഇനി നെറ്റ് ഫോഴ്സ്, ഇതാണ് നെറ്റ് ഫോഴ്സ്. വെറുതെ ഇരിക്കുകയാണെങ്കിൽ നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു 0 ആയിരിക്കും. വെറുതെ ഇരിക്കുകയാണെങ്കിൽ നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു 0 ആയിരിക്കും. കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ പോവുകയാണെങ്കിലും നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആയിരിക്കും. ഓക്കെ, ഇനി ഒരു കാര്യം മനസ്സിലാക്കുക. ഈ ചോദ്യം തിരിച്ചു ചോദിക്കും, ഈ ക്വസ്റ്റ്യൻ തിരിച്ചു ചോദിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലേക്ക് പോകണമെന്ന് പറയും. അപ്പം മുകളിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
സി മീൻസ് ഞാൻ പറയണ ആക്സിലറേഷൻ ഇപ്പോ G/10 മുകളിലേക്ക് പോകണം. അപ്പോ വാട്ട് അബൌട്ട് ദസ് എന്താ പറയാ ആക്ഷൻ ഓർ റിയാക്ഷൻ? ഇവിടെ ആക്ഷൻ ഓർ റിയാക്ഷൻ എന്തായിരിക്കും? mg മാസ് ഉള്ളത് ക്യാബിനിൽ മുകളിലേക്ക് പോകണം. വാട്ട് അബൌട്ട് ദ ആക്ഷൻ ആൻഡ് റിയാക്ഷൻ? ടെൽ മീ. ടോട്ടൽ നെറ്റ് ഫോഴ്സ് മൈനസ് നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്ന സാധനം എന്താ ഇവിടെ? മീൻസ് നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇവിടെ വരുന്നത്? ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പോൾ m×g താഴേക്ക് വരുന്നുണ്ട്. ബാക്കി റിയാക്ഷൻ ഫോഴ്സ് അഥവാ നോർമൽ മുകളിലേക്ക് വരുന്നുണ്ട് വിത്ത് ആക്സിലറേഷൻ G/10. സോ ഇവിടെ നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? n-mg which is equal to ma. n-mg അല്ലെ? n മുകളിലേക്ക് താഴേക്ക് mg. for n-mg which is equal to mass into acceleration. mass into G/10. Okay. or n equal to എന്താണ്? m into g plus a. m into G/10 plus mg. So what will be the answer? G/10. What will be the answer? m into 11g/10. m into 11g. ഇത് G/10 ആക്സിലറേഷനിലേക്ക് മുകളിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ വെയിറ്റ് എന്തായി? കൂടി. വെയിറ്റ് ഇൻക്രിമെന്റ് ചെയ്തു. ഓക്കെ, വെയിറ്റ് ഇൻക്രിമെന്റ് ചെയ്തു. അതാണ് സംഭവിച്ചത്. അപ്പൊ നോർമൽ റിയാക്ഷൻ കൂടി. നോർമൽ റിയാക്ഷൻ കൂടി. ഓക്കെ, ദാറ്റ്സ് ഇമ്പോർട്ടന്റ്. നോർമൽ റിയാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വേവിംഗ് മെഷീന്റെ മുകളില് നമ്മൾ കയറി നിൽക്കുമ്പോ വേവിംഗ് മെഷീൻ എന്താണ് മെഷർ ചെയ്യുന്നത്? അതാണ് നോർമൽ റിയാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലിഫ്റ്റ് മുകളിലേക്ക് പോകുമ്പോ വെയിറ്റ് കൂടും, ലിഫ്റ്റ് താഴേക്ക് വരുമ്പോ വെയിറ്റ് കുറയും. അതാണ് ഇവിടെ കണ്ടത്. ലിഫ്റ്റ് വെയിറ്റ് സെയിം ആയിരിക്കും, വെയിറ്റ് സെയിം ആണ്, നോ ചേഞ്ച്. അതിനർത്ഥം നോ ചേഞ്ച് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? വെലോസിറ്റി അഥവാ ആക്സിലറേഷൻ സീറോ ആണ്, വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഓക്കെ ഓക്കെ ആണോ? അടുത്തേക്ക് പോട്ടെ. അടുത്ത കോൺസെപ്റ്റിലോട്ട് പോട്ടെ. 74ാമത്തെ ക്വസ്റ്റ്യൻ, 74th ക്വസ്റ്റ്യൻ. എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ചോദ്യം കണ്ടു കഴിഞ്ഞാൽ നോക്കിയേ. അതായത് 2014 നീറ്റ് ഒഴിവാക്കി. അപ്പൊ APMT തന്നെ നടത്തി. 2013 നീറ്റ് വന്നത്. 2014 നീറ്റ് ഒഴിവാക്കി. അപ്പോ നടന്ന എക്സാം ആണ് APMT തോന്നുന്നു. അതാണ് ഈ 2014 നീറ്റിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. ഈ ചോദ്യം വായിച്ചിട്ട് ശരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ചോദ്യം കാണുമ്പോഴേ നിങ്ങളുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുത്താനാണ് അവിടെ ഓപ്ഷൻ കിടക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ആ ചോദ്യം ചെയ്തോ? 74ാമത്തെ ക്വസ്റ്റ്യൻ എനിബഡി ആരെങ്കിലും എടുത്ത് ചെയ്തിരുന്നോ? അഭിരാമി 74ാമത്തെ ചോദ്യം കണ്ടിട്ടുണ്ടോ? എന്തേ ചെയ്യാതിരുന്ന? ഓപ്ഷൻ കണ്ടിട്ട് പേടിച്ചിട്ടാണോ?
ഇതെന്തോ സാധനം എന്ന് പറഞ്ഞ് വിട്ടതാണോ? റിപ്ലൈ മീ. അഞ്ജു ചെയ്തിരുന്നോ? ഓക്കെ, ഞാനൊരു ഹെൽപ്പ് പറയാം. ഓക്കെ, വേറെ ആരെങ്കിലും ചെയ്തിരുന്നു? നിങ്ങൾ ഒന്ന് ആരെങ്കിലും, ഇതെന്താ അറിയോ, ഇത് ചിലവരൊന്നും വിളിക്കാൻ തന്നെ നമുക്ക് ദേഷ്യം വരുന്നത്, ഒന്നും മിണ്ടുന്നില്ലല്ലോ എന്താണ് എന്ന് ദേഷ്യം വരുന്നത്. നിങ്ങൾ ഒന്ന് റിപ്ലൈ ചെയ്യൂ പ്ലീസ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ശ്രീതിലെ ഈ ചോദ്യം ചെയ്തിരുന്നു 74ാമത്തെ? എന്തായാലും ഈ വർഷത്തിന്റെ ഉള്ളിൽ തീരും. അടുത്ത ചാപ്റ്റർ ഇതിന്റെ ഏട്ടനായിട്ടാണ് വരുന്നത്. ഈ ചാപ്റ്റർ എന്തോരം സമയം തരുന്നറിയോ ചോദ്യം ചെയ്യാൻ? ഞാൻ നിങ്ങളെ പോലെ പഠിക്കുന്ന സമയത്ത് നമ്മളെ ആഴ്ചയില് ഒരു ദിവസം മിനിമം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, ഒരു 10 ക്വസ്റ്റ്യൻ ഒക്കെ അല്ലേ നിങ്ങൾക്ക് ചെയ്യണ്ടു. ഒരു ദിവസം നമ്മൾ ഒരു 30 ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുന്നുണ്ടാവുക. അപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് എന്റെ ഒപ്പം ഈ ചോദ്യം ചെയ്തു പോവുകയാണെങ്കിൽ ഒരു 3-4 മാസം കൊണ്ട് നിങ്ങളുടെ സ്കൂളിലെ പരിപാടിയൊക്കെ നിങ്ങൾക്ക് സില്ലി ആയിരിക്കും. അത് 100% ഉറപ്പാണത്. ആത്മാർത്ഥമായിട്ട് 3 മാസം ചോദ്യം ചെയ്ത് പോവുകയാണെങ്കിൽ ചോദ്യം ചെയ്യുന്നവരുടെ ലെവലും തിയറി പഠിക്കുന്നവരുടെ ലെവലും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. കാരണം അവർക്ക് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് തിയറി പഠിക്കുന്നത്. ചിലവരിവിടെ തിയറി പഠിക്കുന്നത് തിയറി പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ദാറ്റ്സ് എ ഡിഫറൻസ്. മനസ്സിലായോ? അതായത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. സോ അവർക്ക് ഒരിക്കലും മറക്കാറില്ല. ഇവിടെ തിയറി പഠിച്ചു വെക്കാൻ വേണ്ടി കടം തലയ്ക്കുക എന്നുള്ള ഒരു വേർഡ് ശരിക്കും യൂസ് ചെയ്യാൻ പാടില്ല. പക്ഷെ എന്നാലും അൺഫോർച്ചുനേറ്റ്ലി ഐ ആം യൂസിങ് ദാറ്റ് പാർലമെന്ററി വേർഡ്. എന്നാലും അത് കാര്യമില്ല, അത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഡിഫറൻസ് ഭയങ്കര വലുതായിരിക്കും. അപ്പൊ ശരിക്കും ചോദ്യം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സംഭവമൊക്കെ സിമ്പിൾ ആയിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് മക്കളെ, ചോദ്യം ചെയ്യൂ. ഇങ്ങനെ ഇതില് ഞാൻ 74ാമത്തെ ക്വസ്റ്റ്യൻ ആരും ചെയ്യില്ല എന്ന് എനിക്ക് മനസ്സിലായി. എന്നാലും ഞാൻ പറയാം. അവിടെ ചോദിച്ചിരിക്കുന്നത് ആക്സിലറേഷൻ ആണ്. ഹിന്റ് ഇത്രയേ ഉള്ളൂ, നെറ്റ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അവിടെ വരുന്ന നെറ്റ് ഫോഴ്സ് എന്താണ്? അവിടെ വരുന്ന നെറ്റ് ഫോഴ്സ് ഇവിടെ നോട്ട് ചെയ്യേണ്ടത്, ഞാൻ ചിത്രം ഇവിടേക്ക് വരച്ചുതരാം. നോട്ട് സ്ക്രീൻ, ലുക്ക് അറ്റ് ദ സ്ക്രീൻ. ഇതാണ് സംഭവം. അപ്പൊ ഇത് താഴേക്ക് പോകും. ഇതിൽ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, M1 = M2 = M3. M1 = M2 = M1 = M2 = ഇതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, M1 = M2 = M3 ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ എങ്ങനെ ചെയ്യാൻ പറ്റും? ഒരു സെക്കൻഡ്. കുഴപ്പമില്ല, ഞാൻ ക്ലാസ്സിൽ. ഇല്ല, ശരി, ഞാൻ വിളിക്കാം. മെസ്സേജ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒരു 10 മിനിറ്റിനുള്ളിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞാൽ മതി. ഓക്കെ. M1 = M2 = M3 ഇതും തന്നിട്ടുണ്ട്, M എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തോന്നാ? നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നതും, ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കാട്ടോ. മീൻസ് ഇവിടെ വരുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ ഇതിന്റെ മാസ് ഇൻറ്റു ഇതിന്റെ ഗ്രാവിറ്റിയിൽ ഇതൊക്കെ കൂടി ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് വരും. ഇതെല്ലാം കൂടി ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് വരും. അപ്പൊ ഇതിനെ ആരപ്പോ ഇവിടെ ഒപ്പോസ് ചെയ്യാം? ഇപ്പോ M1G, M1G, M2 M3 ഒപ്പോസ് ചെയ്യണം, എന്നാലാണ് ഇത് ശരിയാവുള്ളൂ. ബട്ട് നോക്കിയേ, പക്ഷെ നോക്കിയേ, ഇതിന് ഞാൻ ഇങ്ങനെ വരച്ചു. ഇത് എല്ലാം M എന്ന് എടുത്തു. M ആണെന്ന് ചോദിച്ച് പറഞ്ഞിട്ടുണ്ടേ. ചോദ്യമൊക്കെ വായിച്ചു നോക്കണം കേട്ടോ. ചോദ്യം ഒന്നും വായിക്കാതെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വെറും വേസ്റ്റ് ആണ്. ചോദ്യം അറിയാതെ ഇവിടെ ഇരുന്ന് കഥ കേട്ട് കഴിഞ്ഞാൽ പൊട്ടനെ പോലെ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ അത് ചോദ്യം വൃത്തിയും മനസ്സിലാക്കിയിട്ട് കേൾക്കുക. MG-യിലാണ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ MG ആണ് ഇവിടുത്തെ ഫോഴ്സ്. ഇനി ബാക്കിയുള്ള ഫോഴ്സ് MG ഒക്കെ താഴേക്കാണ് ആക്ട് ചെയ്യുന്നത്.
ഇനി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഫ്രിക്ഷൻ ഉണ്ട് മ്യൂ. ആ മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മ്യൂ തന്നെയാണെന്ന് പറഞ്ഞു. മ്യൂ തന്നെയാണ്, ഒന്നും പറഞ്ഞിട്ടില്ല അതാണ്. സോ ഇവനെ ആര് ഒപ്പോസ് ചെയ്യും? ഫ്രിക്ഷൻ ഒപ്പോസ് ചെയ്യും. രണ്ടിന്റെയും ഫ്രിക്ഷൻ ഒപ്പോസ് ചെയ്യും. അപ്പൊ മ്യൂ ഇൻറ്റു എന്താ ഫ്രിക്ഷന്റെ ഫോർമുല? വാട്ട്സ് എ ഫ്രിക്ഷണൽ ഫോർമുല ഫോർ ഫ്രിക്ഷൻ? മ്യൂ ഇൻറ്റു എൻ. എൻ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് എൻ? സോ മ്യൂ ഇൻറ്റു എം ജി ഒപ്പോസ് ചെയ്യും. ഇവിടെ വീണ്ടും മ്യൂ ഇൻറ്റു എം ജി ഒപ്പോസ് ചെയ്യും. സോ വാട്ട് ഈസ് ദ നെറ്റ് ഫോഴ്സ്? എം ജിക്ക് ഒപ്പോസ് ചെയ്യാൻ പറ്റില്ല, എം ജി താഴേക്കാ. അപ്പൊ നെറ്റ് ഫോഴ്സ് ഇവിടെ എന്താ? നെറ്റ് ഫോഴ്സ് എന്താ? ടെൽ മീ ക്യുക്ക്. വെരി ഗുഡ്, വെരി ഗുഡ്. വാട്ട് ഈസ് ടോട്ടൽ മാസ്? Very good. M1 plus M2 plus M3. That is equal to M plus M plus M. That is equal to mg minus. ഇത് വെറുതെ എഴുത് കണ്ടോ ഒരു രസത്തിന്. 3m അല്ലെ? M plus M 3m. 3 മാസം ഒന്നാണ്, സെയിം ആണ്. ടോട്ടൽ മാസ് പറഞ്ഞാൽ 3m ആണ്. മുകളിലും താഴെ m ഉണ്ട്, കോമൺ ആയി പുറത്തെടുത്തു. മുകളിലും താഴെയും g ഉണ്ട്, കോമൺ ആയി പുറത്തെടുത്തു. ബാക്കി എന്തുണ്ട്? ഇതൊന്നും അറിയില്ല. ബാക്കി പുറത്തെടുക്കാൻ എം ജി പുറത്തെടുത്താ ബാക്കി എന്തുണ്ട്? ആ 1 ഉണ്ട് ഇവിടെ. എം ജിന്നേ പുറത്ത് എം ജി വന്ന ബാക്കി 2 മ്യൂ ബൈ 3m. M get cancel. So answer become g into 1 minus 2 mu divided by 3. ഉണ്ടാ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാ? അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ സി. ഇത് മാത്രം അറിയുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. ഇതൊക്കെയാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ആകെ അറിയേണ്ടത് ഇത് വരയ്ക്കാൻ അറിയാത്തവരാണ്, അല്ലെങ്കിൽ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാൻ അറിയാത്തവരും നെറ്റ് ഫോഴ്സ് പറഞ്ഞാൽ എന്താണെന്നുള്ളത് അറിയാത്തവരുമാണ്. ഇത് ഹൊറിസോണ്ടലി ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് മാത്രമേ ഇതിൽ ഒപ്പോസ് ചെയ്യുള്ളൂ. ഇതിൽ വെർട്ടിക്കലി ആക്ട് ചെയ്യുന്ന ഫോഴ്സസിന് ഒരു റോളില്ല. മനസ്സിലായോ? കാരണം അവൻ എന്ത് ചെയ്യാൻ പറ്റില്ല, ഫ്രിക്ഷൻ ആണ് ഇതിനെ ഒപ്പോസ് ചെയ്യുക. ഈ ഒരു കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. ഓക്കെ, ക്ലിയർ? ഇനി ഇതേപോലെ കണ്ടമാനം ക്വസ്റ്റ്യൻസ് ഉണ്ട് മക്കളെ. ഇതിനകത്ത് ഫുള്ളി നിങ്ങൾക്ക് ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാൻ അറിയോ? ടെക്സ്റ്റ് ബുക്കിനകത്ത് പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്. അല്ല, ടെക്സ്റ്റ് ബുക്കിനകത്ത് നല്ല ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്. ഇതേപോലെ കണ്ടമാനം നല്ല നല്ല ക്വസ്റ്റ്യൻസ് ആണ് ഈ ടെക്സ്റ്റ് ഫുൾ. കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ NCERT. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ NCERT. സോ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക, അങ്ങനെ പഠിച്ചു പോയാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. സോ യു ഷുഡ് ഫോക്കസ് ഓൺ NCERT ക്വസ്റ്റ്യൻസ്, ബേസിക്സ്. എന്നിട്ട് അതിന്റെ കോൺസെപ്റ്റ്സ് പഠിക്കും. എന്നിട്ട് ആ കോൺസെപ്റ്റ്സ് എഴുതി വെക്കും. എന്നിട്ട് അപ്ലൈ ചെയ്യാൻ പഠിക്കും. ഇങ്ങനെ ചെയ്താൽ മാത്രം നിങ്ങൾ ഡെവലപ്പ് ആവും. നെക്സ്റ്റ് ചാപ്റ്റർ ഇതിന്റെ ഒരു അച്ഛനും അമ്മയായിട്ട് വരും. അത് അടുത്ത ചാപ്റ്റർ അമ്മ, അടുത്ത ചാപ്റ്റർ അച്ഛൻ, അങ്ങനെ വലിയച്ഛൻ കൊച്ചച്ഛനായിട്ട് വരും. സോ ഇറ്റ്സ് ബിക്കം ടഫർ. 7ാമത്തെ ചാപ്റ്ററൊക്കെ എത്തുമ്പോഴേക്കും 7ാമത്തേല് സർക്കുലർ മോഷൻ എല്ലാം കൂടി അങ്ങോട്ട് വരും. അപ്പോ ടോക്ക് കൂടി വരും, അവിടെ കറങ്ങും. അപ്പൊ അവിടെ ഇതൊന്നും അറിയാണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ എത്തുമ്പോഴാണ് ഇവിടെ എൻട്രൻസിന് പോകുന്ന പിള്ളേരടക്കം അവിടെ എത്തിയിട്ട് ഇങ്ങനെ മേപ്പിട്ട് നോക്കിയിരിക്കുന്നുണ്ട് ക്ലാസ്സിൽ. എന്നൊക്കെ അറിയില്ല. അപ്പൊ അതുകൊണ്ടാ പറയുന്നു, നന്നായി കോൺസെപ്റ്റ്സ് പഠിക്കുക, നന്നായി ക്വസ്റ്റ്യൻസ് ചെയ്യുക, കോൺസെപ്റ്റ്സ് എഴുതി പഠിക്കുക. കോൺസെപ്റ്റ്സ് എഴുതി തന്നെ പഠിക്കണം, അത്രയ്ക്ക് നന്നായി എഴുതി പഠിക്കണം. എന്താ കാരണം, എന്തൊക്കെയാണ്? ഓരോ ചോദ്യങ്ങളായിട്ട് തന്നെ എഴുതി കോൺസെപ്റ്റ്സ് പഠിച്ചത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് അടിക്കാൻ പറ്റും.
കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം വൃത്തിയായി പ്രാക്ടീസ് ചെയ്താൽ മതി. പിന്നെ നിങ്ങളുടെ മനസ്സിൽ എന്താ വന്നു കഴിഞ്ഞാൽ നിങ്ങളും എന്താ പറയാ ഒരു സാമാന്യം എല്ലാം അറിയുന്നവരും തമ്മിലുള്ള ആകെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നിങ്ങളും അവരും തമ്മിലുള്ള ഏക ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അത് കുറച്ച് ക്വസ്റ്റ്യൻസ്, 100 ക്വസ്റ്റ്യൻസ്. ഇതാണ് നിങ്ങളും അവരും തമ്മിലുള്ള ഡിഫറൻസ്. നിങ്ങൾക്ക് തിയറി പഠിക്കാനേ സമയമുള്ളൂ, നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ സമയമില്ല എന്നുള്ളതാണ് അവര് നിങ്ങളെക്കാൾ മുന്നിൽ നിൽക്കുന്നത്. നിങ്ങൾ മറ്റേ ചോദ്യം ചെയ്തു തുടങ്ങിയാൽ നിങ്ങളും അവരും തമ്മിലുള്ള ഡിഫറൻസ് ഇല്ലാതാവും. സോ ഓട്ടോമാറ്റിക്കലി തിയറി ഒക്കെ നിങ്ങൾക്ക് സിമ്പിൾ ആവും. പക്ഷെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ സമയം തരാത്തത് ഒന്നുമില്ല നിങ്ങൾ തന്നെ ആയിരിക്കും, അല്ലാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടീച്ചേഴ്സ് തന്നെ ആയിരിക്കും. അത് ഉറപ്പാണ്. കാരണം എന്നെ ഒന്നും ചോദ്യമൊന്നും സ്കൂളിലൊന്നും ചെയ്യാനേ സമ്മതിക്കാറില്ല. അതായത് അങ്ങനെയല്ല കേട്ടോ, ഇത് തിയറി എഴുതിച്ചുകൊണ്ടേയിരിക്കും സ്കൂളിലൊക്കെ. ഞാൻ എന്നിട്ട് പല ദിവസവും സ്കൂളിൽ പോകണ്ടേ, ഞാൻ വെറുതെ പറഞ്ഞല്ല. സ്കൂളിൽ തിയറി എഴുതിച്ചിട്ട് എല്ലാ ശനിയാഴ്ചയും ഞാൻ ലീവ് എടുക്കേണ്ടി വന്നു. കാരണം പ്രോബ്ലം ചെയ്യാതെ എൻട്രൻസ് കിട്ടില്ല എന്ന് എനിക്കറിയാം. പിന്നെ നീറ്റ്, മെഡിക്കല്, അപ്പൊ അതൊന്നും മെഡിക്കലൊന്നും ചോദ്യം ചെയ്യാണ്ട് അടുത്തു കൂടെ പോകാൻ പറ്റില്ല. അപ്പൊ ആ ഒരു ബെനിഫിറ്റ് ആണ് നിങ്ങളും അവരും തമ്മിൽ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ചെയ്യൂ, ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ തിയറി സ്ട്രോങ് ആവും. ഓട്ടോമാറ്റിക്കലി, നോ ഡൗട്ട്. നിങ്ങൾക്ക് ഒരു ഫോമുല ഡിറൈവ് ചെയ്യാൻ പറഞ്ഞാലാണ് ബുദ്ധിമുട്ട്. ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാൻ അറിയാം, കാര്യങ്ങൾ അറിയാം, എന്തിനാണ് ഫോമുല പഠിച്ചതെന്ന് അറിയാം. സോ യു ക്യാൻ ഈസിലി ഡിറൈവ് ഇറ്റ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ യൂട്യൂബിൽ എന്തായാലും കണ്ടന്റ് കയറ്റിയിടും. യു ക്യാൻ വാച്ച് ഇറ്റ് മൾട്ടിപ്പിൾ ടൈംസ്, യു ക്യാൻ സെർച്ച് ഇറ്റ്, യു ക്യാൻ ആഡ് ഇറ്റ്. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ കറണ്ട് പോയതാണ്, ഫ്യൂ സെക്കൻഡ്സ്, ഞാൻ റീകണക്ട് ചെയ്യാം.